ഒരു ഒരു സ്വരമാണയാമി അൽത്താരൊരുങ്ങി അകതാരൊരുങ്ങി അണയാമി ഒരു ഒരു സ്വരമായി അണയാമി യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിന്റെ തിരുമുമ്പിൽ ധാരയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ജീവിതാവസ്ഥകളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇതിനു മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ നോവേനയിൽ, ഇന്നത്തെ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക ഭൂമി ഷാജിക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകമായിട്ട് കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ അർത്ഥാരത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ദൈവത്തിന്റെ മധ്യസ്ഥ വഴിയായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ തിരുനാമത്തിൽ ചേർന്നിടാം അർപ്പിക്കാം. Sir
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൈവത്തിന്റെ സൗജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാമുത്താരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ദയവാനീ, പരിപാലനാം ആപത്കേനീ, നിൻ വചനങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. വിശുദ്ധരിൽ സമൃദ്ധമായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹാ കൊരിന്ത്യരിലെ സത്യകീർത്തിയ ഒന്നാം ലേഖനം
15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഗുരുവാശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിന് നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേൾപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. Hallelujah, 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 hallelujah. ശാന്തിയേകുന്ന തിരുവചനമിതാ കേൾക്കാൻ നമുക്കെന്നു കാതോർത്തിടാം. ശാന്തിയേകുന്ന തിരുവചനമിതാ കേൾക്കാൻ നമുക്കെന്നു കാതോർത്തിടാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. വഴിയാകും വചനം, കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. നമുക്ക് രക്ഷകനാകുന്നത് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 20-19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു എന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുമിരിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവമായ നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെയും പാവയുടെയും കൃപ നിറച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും
മറ്റെല്ലാ ഭദ്രന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായിലെ പാദപിഞ്ചുള്ള ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാസനെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ ശ്രീ യുദാശ്രീകായുടെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകികളയട്ടെ. സമ്പൂർണമായി നൽകുന്നിത അലിപോടെ ജീവയാ തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗമേ നീ സമ്പൂർണമായി നൽകുന്നിത അലിപോടെ ജീവയാ തിരുബലിയായി മാറ്റിയിടണേ. ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയസേപ്പിനെയും ആദിയിലെ പോലെ തന്നെ ആമേനാമേ. സുധനുടെ പ്രേക്ഷിതനേ ഏകസ്നേഹിതനേ ശാന്തിയുടെ പ്രേക്ഷിതവാൻ നിങ്ങൾ സർവ്വമായി പാടിയിടട്ടെ. ആമേനാമേ. ആർത്തോമായേയും നിനസാക്ഷികളെയും സകലങ്ങളെയും ബലിയോർത്തിയിടാം. നമ്മുടെ കൂടെ നമ്മോട് തെന്നം യാക്കോബിൻ ദൈവം നമ്മുടെ സർവ്വനേതാതനായ സ്തുതികൾ ആരംഭിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കന്മാരും പ്രധാനന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാൽ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശാലിക്കുകയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവ്വശക്തനായ ദൈവം
കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക ഇളയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠപ്പെട്ടവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. സഹവാസവുമീ സർവേശ്വര സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന പൂജാതനം അങ്ങയോട് സദൃശനും
അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങനെയുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാമ്പത്തിക സഹൃദലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഹൃദലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശിഷ്യന്മാരുടെയും രക്തസാക്ഷിയുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേസനതയിൽ പ്രീതിജനമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ പോയ എല്ലാവരും വേണ്ടി അംഗീകാരം പ്രതീക്ഷിക്കുന്ന ദൈവജനം മുഴുവനും വേണ്ടി ഇവരുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയമങ്ങൾക്കും വേണ്ടിയും ഇന്നത്തെ നവീകരണം നടത്തുന്ന റൗണീഷാജിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശ്വാസത്തെ പ്രതി വേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അയോഗ്യരായ എനിക്ക് വേണ്ടി ഈ കൃപയെ സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും
നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കരണമാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമേ, അങ്ങേ കാരുണ്യം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും ഞങ്ങളുടെ കർത്താവേ മിശിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും സ്തുതിയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോകപാപങ്ങളീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കാം. അനതാപങ്ങളാകുന്ന ശമനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശബ്ദത്തിലും ഉദ്ദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തിലൂടെ ദിവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവാദ്യമേ കാരുണ്യപൂർവ്വം നിങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവദനവും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിഹായുടെ കൃപാവരമോടത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും നിങ്ങൾ അങ്ങേ സ്നേഹിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യപദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഞങ്ങളിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുകയും ഞങ്ങൾ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപവർത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ ജീവദായകവും ദൈവികവുമായ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് നേടിയ മഹനീയ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ ശിഹായും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കൊടുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം
സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവരെങ്കിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംപ്രേക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനി അനുസരിച്ച് പ്രകാരം കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പോലെ സർവശക്തനായ ദൈവമേ, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ദൈവത്തിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ ഇടയ പ്രാർത്ഥനകളെ അറിയാപൂർവ്വം ശ്രദ്ധിക്കണമേ. ക്രിസ്തു ശിശുവിനൊക്കെ സാക്ഷിയുമായ ദൈവത്തെ ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈശോയുടെയും അവിടുത്തെ പരിശുദ്ധമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ദരിദ്രവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധനായി ഞാൻ ഈ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ ഹൃദയം വഴി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശിസുകൾ പൊഴിക്കണമെന്ന്
നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള അറിവ് ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓ എന്റെ ആശ്രയമേ, എന്റെ സഹായത്തിന് വേഗം തരണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാനിടയാകട്ടെ. എന്റെ ആയുഷ്കാലത്തെയും ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത കാണിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസ്യത്തിൽ വ്യാപരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുവാനുള്ള പുതിയ മനസ്സ് ലഭിക്കുന്നതിനും അവർ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിജ്ഞാനത്തിലും വളർന്നു വരുന്നതിനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തിരഞ്ഞെടുത്ത ജീവിതാന്തസ് ക്ലേശങ്ങൾ സഹിച്ചും തെറ്റുകൾ തിരുത്തിയും ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും ഞങ്ങളുടെ തൊഴിലാളികൾ തൊഴിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനും വേണ്ടി മദ്യത്തിനുമായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് യഥാർത്ഥ ആനന്ദമെന്ന് അവർ ഗ്രഹിക്കുവാനും വേണ്ടി രോഗശാന്തിക്കായി യാചിക്കുന്ന രോഗികൾക്കും ആരോഗ്യവും സൗഖ്യം ലഭിക്കുന്നതിനും മാറാരോഗ്യം ദൈവത്തിൽ ആശ്രയവും ആശ്വാസവും കണ്ടെത്തുവാനും വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കളും മറ്റുള്ളവരും സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുവാനും വേണ്ടി പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നിത്യശാന്തിയും ലഭിക്കുന്നതിനും ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യുന്നതിനും വേണ്ടി ഈശോയുടെ ഏറ്റവും നിരാശാജനകവും അസാത്വികമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങേ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശയയുടെ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹത്തെ വിനിയോഗിക്കണമേ എന്ന് ഞാൻ എളിമയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിന് എത്തണമേ. എന്റെ വലിയ ആവശ്യത്തിൽ അല്പസമയം മൗനമായി നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശുദ്ധ യൂദാസ്ലീഹയുടെ മധ്യസ്ഥം വഴിയായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും അങ്ങയോട് വചനാവശ്യത്തിനോടും കൂടെ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഓ ധന്യനായ യൂദായേ, അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞാൻ ഇന്ന് കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുമെന്നും പ്രത്യേകതയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങേ വണങ്ങുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ്വകഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധയുമായി ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങയെ വണങ്ങുകയും അങ്ങയെ സഹായം എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കാത്ത വിശുദ്ധ ദേവസേ അനുഗ്രഹീതരുടെ ഗണത്തിൽ ഞങ്ങൾ കൂടി ഉൾപ്പെടുവാനും ദൈവസാന്നിധ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുന്നതിനും ഞങ്ങൾക്കിടെ വരുവാനും വേണ്ടി ഈശോയുടെ അങ്ങേക്കുള്ള സ്നേഹത്തെ കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുകയും ചെയ്യണമേ.
അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദാസനെ എല്ലാ സത്യസമയത്തുള്ള പ്രാർത്ഥനയും മനസ്സറിഞ്ഞ് അവിടുന്ന് നൽകിയ അനുഗ്രഹപൂർണ്ണമായ സഹായങ്ങൾ അനുസ്മരിച്ച് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ എല്ലാ പരീക്ഷണങ്ങളിലും അവിടുന്ന് എന്നെ സഹായിക്കണമേ. വിശുദ്ധ യൂദാസനെ എല്ലാറ്റിനും വിശേഷമായി എന്റെ മരണസമയത്ത് അവിടുന്ന് എന്റെ സമീപത്തായിരിക്കുകയും എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവിശ്വം ശിഹായികളുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ യൂദാസനെ മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ ഇടവകളോടും നമ്മുടെ നാടിനോടും ലോകത്തോടും നമ്മുടെ എല്ലാ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളെ കാത്തുരക്ഷിച്ചിടണേ. കാത്തുരക്ഷിച്ചിടണേ.